നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നാളെയാണെങ്കിലും നമ്മൾ നന്ദുവിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചവൾ വീട്ടിലേക്ക് എത്തും. അടുത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മളെ നന്ദുവിനെയാണ്. അങ്ങനെ നന്ദു തുഷാരുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് പല സങ്കല്പങ്ങളും മനസ്സിലുണ്ടാവും, പക്ഷേ ഞാനതൊന്നും ഇനി കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം നമ്മൾ ഇനി ഏറ്റെടുക്കാൻ പോകുന്ന പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രൊഫഷനാണ്. അതുകൊണ്ട് ഇനി 100% എനിക്ക് ആ ജോലിയിൽ നീതി പുലർത്തണം. അതുകൊണ്ട് ഇനി എൻ്റെ ശ്രദ്ധ മൊത്തവും ജോലിയിലായിരിക്കും എന്ന് നമ്മൾ നന്ദു തുഷാരുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മൾ അഭിയാണ്. നവ്യയാണെങ്കിൽ ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ഈ കുത്തിത്തിരിപ്പിന് നവ്യയ്ക്കും ജലജയ്ക്കും ഒരു കുറവുമില്ല. അപ്പോൾ നമ്മൾ ജലജ പറയുന്നുണ്ട്, അഭിയാണെങ്കിൽ ഇത്രയും നാളും മാറ്റി നിർത്താൻ കാരണം അത് ആദർശമാണെന്നുള്ള രീതിയിലൊക്കെ ജലജ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന പറയുന്നുണ്ട്, അഭിയെ ആദർശേട്ടൻ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പച്ചിയുടെ മോൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പം നമ്മളെ നവ്യയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ നവ്യ അത് ഏറ്റുപിടിക്കും. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അഭി എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുക. നവ്യ പറയും, ആദർശേട്ടൻ ചെയ്ത തെറ്റിൻ്റെ 1/4 ഭാഗം പോലും അഭി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ദേവയാനി പറയും, അവൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളതെന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇനി അതെന്താ നിനക്ക് അറിയത്തില്ലെങ്കിൽ ഞാനത് എല്ലായിടത്തും വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അഭിയാണെങ്കിൽ ഞെട്ടലോടെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നത് നമ്മളെ നവ്യയും കാണിച്ചിട്ടാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂ അവസാനിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.